മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ്. ഈശോയുടെ കൂടെ 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഒപ്പം ചില സ്ത്രീകളും കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യഹൂദരുടെ പാരമ്പര്യത്തിൽ സ്ത്രീകളെ ശിഷ്യഗണത്തിൽ പെടുത്തുക എന്നുള്ളത് അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീകളെപ്പോഴും അകറ്റി നിർത്തിയിരുന്നു സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ നിന്നും. പക്ഷേ ഈശോനാഥൻ അവരെ തൻ്റെ ശിഷ്യഗണത്തിൽ പെടുത്തി കൊണ്ടു നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അകറ്റി നിർത്തിയവരുമായിട്ട് കർത്താവ് ബന്ധം സ്ഥാപിക്കുക. കർത്താവിന് വേണ്ടത് സമൂഹത്തിൽ കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു ചിന്തയുണ്ടായിരിക്കാം. നിൻ്റെ ഭർത്താവ് നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു, നിൻ്റെ മക്കൾ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു, നിൻ്റെ മാതാപിതാക്കൾ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു, സമൂഹം നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവർ, കൂട്ടുകാർ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഈ ഒരു നൊമ്പരം നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കാം. തിരിച്ചറിഞ്ഞുകൊള്ളുക, ആരെല്ലാം ഈ ലോകത്തിൽ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും കർത്താവ് നിന്നെ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. കർത്താവ് നിന്നെ കർത്താവിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് എന്ന് നീ തിരിച്ചറിയണം. കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നവനോ ആരെയും ഒഴിവാക്കുന്നവനല്ല, എല്ലാവരെയും കൂട്ടുനിർത്തുന്നവനെയും എല്ലാവരെയും സ്നേഹിക്കുന്നവനുമാണ്. ഈ ഒരു ചിന്ത ഹൃദയത്തിലേക്ക് സ്വീകരിക്കട്ടെ. കർത്താവ് നിൻ്റെ അരികിൽ തന്നെയുണ്ട്. ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കുക. അധ്വാനങ്ങളെ സമർപ്പിക്കാം, വേദനകളെയും നൊമ്പരങ്ങളെയും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ജീവിത വഴികളിൽ അങ്ങയുടെ കരം ഇവരുടെ മേൽ ഉയർത്തപ്പെടട്ടെ. ഇവരുടെ അധ്വാനങ്ങളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ദിവസത്തെ യാത്രകളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇവരുടെ ഭവനത്തിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ മക്കളുടെ പഠനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശോയെ. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, വഴികളിൽ നിന്ന്, യാത്രകളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന്, പരീക്ഷകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവം നാരകീയ ശക്തികൾ നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.